സോഷ്യൽ മീഡിയകളിലും ഒപ്പം കൊച്ചിയിലെ ചില മതിലുകളിലുമൊക്കെ കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ചില പോസ്റ്ററുകൾ കുറച്ചുപേരെങ്കിലും കണ്ടിട്ടുണ്ടാകും. ഒരു പൂച്ചക്കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ടാണ്. ആ പൂച്ചക്കുട്ടിയെ കണ്ടെത്തുന്നവർക്ക് 30,000 രൂപയാണ് പാരിതോഷികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ പൂച്ചക്കുട്ടിയെ നഷ്ടപ്പെട്ട ആളുകൾ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ്. ജസ്ലിൻ, എന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ കിക്കി എന്ന് പറയുന്ന പൂച്ചക്കുട്ടി നിങ്ങളിൽ നിന്നും പോകുന്നത്? ആളിപ്പോൾ 1.5 വർഷത്തിന് മേലെയായിട്ട് നമ്മുടെ കൂടെയുള്ള, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ മുതൽ എവിടെ പോകുകയാണെങ്കിലും ഞങ്ങൾ കൂടെ തന്നെ കൊണ്ടുപോകും. നമ്മൾ ആർക്കിടെക്ട്സാണ്, അപ്പോൾ സൈറ്റിലേക്ക് പോകുകയാണെങ്കിലും നമ്മുടെ കൂടെ തന്നെ കാറിലായിട്ട് കൊണ്ടുപോകുന്നതാണ് ഓൾമോസ്റ്റ്. ഈ പൂച്ചക്കുട്ടിയുമായിട്ട് നിങ്ങൾക്കുള്ളൊരു വൈകാരിക അടുപ്പം എങ്ങനെയാണ്? ഞങ്ങൾക്ക് ആക്ച്വലി അവനില്ലാണ്ട് പറ്റില്ല. ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ എവിടെ പോവുകയാണെങ്കിലും കൂടെ കൊണ്ട് നടക്കും. ഓൾമോസ്റ്റ് ഞങ്ങളുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. ഡെയിലി കാണുക, അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആളുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കൂടെ ആയിരിക്കും, അങ്ങനെ എപ്പോഴും നിൽക്കുന്നത്. കൂടുതൽ സമയം നിങ്ങളുടെ കൂടെയാണ് ഉണ്ടാവുക. എങ്ങനെയാണ് ഈ കാണാതാവുന്നത്? ആക്ച്വലി ഞാൻ ഉറങ്ങുന്ന ടൈമിൽ നോർമൽ വിൻഡോസൊക്കെ അടച്ചിടാറുള്ളതാണ്. അപ്പോൾ അന്ന് ഞാൻ പുറത്തുനിന്ന് അടച്ചിട്ടു, ഉള്ളിൽ നിന്ന് ലോക്ക് ഇടാനായിട്ട് വിട്ടുപോയി. അപ്പം എണീറ്റ ടൈമിൽ ഏകദേശം ഒരു 10-10:30 ആയപ്പോഴാണ് ഞാൻ എണീറ്റിട്ട് നോക്കുന്നത്. സാധാരണ ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിൻ്റെ അവിടെ വന്ന് ഇതാക്കുന്നതാണ്. പക്ഷേ അന്നത്തെ ദിവസം വന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിൻഡോ പകുതി തുറന്നിട്ട് കിടക്കുന്നത് കണ്ടത്. അപ്പം അങ്ങനെ അതിലൂടെയാണ് ഇറങ്ങി പോയിട്ടുള്ളതാണ്. പിന്നീട് നിങ്ങൾ സ്വയം അന്വേഷിച്ച് പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു? എല്ലായിടത്തും പോയി നോക്കിയിരുന്നു. നൈബേഴ്സിൻ്റെ അടുത്തും അതുപോലെ അടുത്തുള്ള എല്ലാവരുടെയും പോയി ഏകദേശം അന്വേഷിച്ചു. എല്ലാ വീടുകളിലും പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയണത്. എന്താണെന്നറിയില്ല, എവിടെയാണ് ഇനി ഒളിച്ചിരിക്കുന്നതാണോ? കാരണം കുറച്ച് പേടി കൂടിയൊരു ടൈപ്പാണ്. പുറത്തുള്ള ആൾക്കാരോ ഈ വണ്ടികളുടെ സൗണ്ടൊന്നും ആൾക്ക് അങ്ങനെ പറ്റില്ല. അപ്പം ഇനി അവിടെ എങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടോ ഒന്നും അറിയില്ല. അപ്പം നമുക്ക് അവിടെ സെർച്ച് ചെയ്യാനായിട്ട് റെസ്ട്രിക്ഷൻസ്, ലൈക്ക് ഭയങ്കര ഇടുങ്ങിയ സ്ഥലങ്ങളും അടുത്തടുത്ത് വീടുകളാണ്. അപ്പം നമുക്കതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട് തിരയാനായിട്ട്. അപ്പം അതാണ്. അപ്പം നമ്മൾ മാക്സിമം എല്ലാവരിലോട്ടും എത്തിച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ കളർ ഗ്രേ ആണ്, ലൈക്ക് അത് കോമൺ കളറാണ്. ബട്ട് കണ്ണ് ഭയങ്കര ഒരു യെല്ലോയിഷ്, ഡാർക്ക് യെല്ലോയിഷ് കളറാണ്. പിന്നെ അതുപോലെ തന്നെ ആളുടെ ഈ നോസിൻ്റെയും ഈ ഒരു സൈഡിലോട്ട് കുറച്ച് ബ്ലാക്ക് കളർ കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആളുടെ ഫ്രണ്ടിലെ കയ്യിൽ ഒരു ഇതിന് മാത്രം ഒരു പിങ്ക് കളറുണ്ട്, ബാക്കിയൊക്കെ ഡാർക്കാണ്. ഒന്നിന് മാത്രം പിങ്ക് കളറുണ്ട്. അതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഏക മാർഗം പറഞ്ഞത്. പക്ഷേ ബെൽറ്റോ കോളറോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല റൂമിലായതുകൊണ്ട്. അത് ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ ഏരിയയിൽ എല്ലാവർക്കും അറിയാത് എൻ്റേതാണെന്നുള്ളത് അറിയാം. അപ്പം അങ്ങനെ ഞാൻ ഡൗട്ട് ചെയ്യുന്നില്ല. ഇനി ഇൻ കേസ് എവിടെയെങ്കിലും റോട്ടിൽ നടന്ന് പോകുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും, ഒരു പേർഷ്യൻ ക്യാറ്റ് ആണല്ലോ, നോർമൽ ക്യാറ്റ് അല്ലാത്തതുകൊണ്ട് ഇനി ആരെങ്കിലും കണ്ടിട്ട് ഇഷ്ടം തോന്നി എടുത്തിട്ടുണ്ടോ ഒന്നും അറിയില്ല. പരാതിയായിട്ട് എന്തെങ്കിലും പോലീസിൽ വല്ലതും കൊടുത്തിട്ടുണ്ടോ? പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ വൈകിട്ടായിട്ട് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കാമെന്ന് പറഞ്ഞു. ഈ വാർത്ത കാണുന്നവരോട് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ഈ പൂച്ചയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? അവരുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ കേസ് അവർ വഴിയിൽ നിന്ന് എടുത്തതാണെങ്കിലും, എല്ലാവർക്കും കിട്ടിയതാണെങ്കിൽ, അല്ലെങ്കിൽ മോഷ്ടിക്കുക എന്നുള്ള മൈൻഡിൽ എടുത്തതാണെങ്കിലും നമ്മുടെ അടുത്ത് കാര്യം പറഞ്ഞ് കൊണ്ടുവന്നാൽ മതി. നമ്മൾ പൈസ തരാൻ റെഡിയാണ്. നമുക്ക് വിഷയമില്ല, നമുക്ക് ആളിനെ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടണം. തിരയാനാവുന്നിടത്തെല്ലാം തിരഞ്ഞു, ചെയ്യാനാവുന്നതെല്ലാം ചെയ്യുന്നുമുണ്ട്. ആ കാണാതായ പൂച്ചക്കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇവരുമായി പങ്കുവെക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്. കൊച്ചിയിൽ നിന്ന് VS രാഹുലിനൊപ്പം അശ്വിൻ പാലാഴി, 24.